അതെ, പാത്രം കഴുകാൻ മടിയുള്ളവർക്ക് പറ്റിയ കിടിലൻ ടിപ്പുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇറച്ചിയൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നെയ്യ് പിടിച്ച കുക്കർ, പിന്നെ ഇതേപോലെ മീൻ പൊരിച്ച ചട്ടി, ഇതെല്ലാം തന്നെ കയ്യിൽ ഒരല്പം പോലും മെഴുക്കാവാതെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ മെഴുക്കുള്ളത് നെയ്യിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നെയ്യൊക്കെ തീർന്നു കഴിയുമ്പോൾ ഈ ബോട്ടിൽ നമുക്ക് നമ്മുടെ കയ്യിൽ മെഴുക്കാവാതെ, സിങ്കിൽ മെഴുക്കാവാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നല്ല ക്ലീനാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ബോട്ടിൽ നല്ലപോലെ നെയ്യ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ തന്നെ നമുക്ക് ആദ്യം വൃത്തിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഒരു 4-5 ടിഷ്യൂ പേപ്പർ ഇതിനകത്തേക്ക് നമുക്കൊന്ന് കീറിയിടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. സാധാ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുപ്പിയുടെ മൂടിയിൽ നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ മൂടിയുടെ ഭാഗത്തേക്കും കൂടി ആ ഒരു പേപ്പറും ലിക്വിഡൊക്കെ ആവുന്ന രീതിയിൽ ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ പിടിച്ച് ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയേ, കുറച്ച് നേരം ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു നെയ്യും അതേപോലെ തന്നെ എല്ലാ വഴുവഴുപ്പും മാറിക്കിട്ടും. ടിഷ്യൂ പേപ്പർ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളവും ആ ഒരു ടിഷ്യൂ പേപ്പറും കൂടി അങ്ങ് കളഞ്ഞാൽ മതി. ഒട്ടും തന്നെ വഴുവഴുപ്പോ മെഴുക്കോ ഇല്ല, കംപ്ലീറ്റ് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുലുക്കി കഴുകി എടുത്താൽ മതി. സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്നും ഇനി കഴുകേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അത്രയ്ക്ക് ഈസിയാണ് നമുക്ക് ഈ നെയ്യിൻ്റെ ബോട്ടിൽ വൃത്തിയാക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്ന കുപ്പിയും കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു തരി മെഴുക്കില്ല, കംപ്ലീറ്റ് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നെയ്യിൻ്റെ ബോട്ടിലാണല്ലോ, അപ്പോൾ അതാണ് ഞാനിത് കഴുകി കാണിച്ചത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെയ്യിൻ്റെ ബോട്ടിൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മടിയുള്ളത് മീൻ പൊരിച്ച പാൻ കഴുകാനായിരിക്കും. അപ്പോൾ മീൻ പൊരിച്ച പാനൊക്കെ നമ്മൾ സിങ്കിലിട്ട് കഴുകിക്കഴിഞ്ഞാൽ സിങ്കിലും കൂടി ആ മീനിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ആ വഴുവഴുപ്പ്, വെളിച്ചെണ്ണയുടെ വഴുവഴുപ്പൊക്കെ ആവും. അപ്പോൾ പിന്നെ സിങ്കും കൂടി നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒട്ടും തന്നെ സിങ്കിൽ വഴുവഴുപ്പോ മീനിൻ്റെ സ്മെല്ലോ ഒന്നും ഇല്ലാതെ കഴുകാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് മരത്തിൻ്റെ ചട്ടകം ഉപയോഗിച്ചിട്ട് ഗോതമ്പ് പൊടി എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആ മെഴുക്കും ആ ഒരു വഴുവഴുപ്പും എല്ലാവരും കൂടി ആ ഗോതമ്പ് പൊടി വലിച്ചെടുത്തിട്ട് പാൻ പെട്ടെന്ന് ഇതേപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ ആ ഗോതമ്പ് പൊടി ആക്കിയതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൻ നോക്കി നല്ല അടിപൊളിയായിട്ട് മെഴുക്ക് പോയിട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയാൽ തന്നെ പാൻ ക്ലീനായി കിട്ടും. ഒട്ടും മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. സിങ്കിൽ നമ്മൾ ഇനി കഴുകിയാൽ പോലും സിങ്കിലേക്കും മീനിൻ്റെ സ്മെല്ലൊന്നും ആവില്ല. നന്നായിട്ട് മെഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിങ്കും വൃത്തികേടാവില്ല. അതേപോലെ തന്നെ ഈസി ആയിട്ട് നമ്മൾ പാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വേസ്റ്റ് വന്ന ഈ ഗോതമ്പ് പൊടി നമുക്ക് ഇതേപോലെ ഒരു പേപ്പറിലേക്ക് ഇട്ട് മടക്കിയിട്ട് നമുക്ക് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ പേപ്പറിൽ ഇതേപോലെ ചെയ്യണി വേസ്റ്റ് ബിന്നിലും അതിൻ്റെ പൊടിയോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിച്ചൺ സ്ലാബിലോ അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ വെളിച്ചെണ്ണയോ എണ്ണയൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഴുമ്പോൾ നമുക്കറിയാമല്ലോ, അത് എത്ര തുണി ഉപയോഗിച്ച് തുടച്ചാലും നമുക്കറിയാം ആ വഴുവഴുപ്പ് മാറില്ല. ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമ്മൾ തെന്നി വീഴും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ കൈ വെച്ചൊന്ന് കാണിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്യുകയോ ചെയ്തിട്ട് ഈ പൊടി അങ്ങ് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെഴുക്കും ഫ്ലോറിൽ നിന്ന് പൊക്കോളും. തുണിയോ അല്ലെങ്കിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തുടച്ചാൽ പോലും ഇത്രയും ക്ലീൻ ആവില്ല. നോക്കിക്കേ, കംപ്ലീറ്റ് മെഴുക്കും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. എണ്ണ മാത്രമല്ല, പാല് വീണാലും ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പാടാണ്. ഫ്ലോറിലായാലും അതേപോലെ സ്ലാബിലായാലും പാല് താഴെ വീണിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പാല് ക്ലീൻ ചെയ്യുന്ന തുണിയിൽ നിന്നും ആ ഒരു സ്മെല്ല് പോകാനൊക്കെ പാടാണ്. അപ്പോൾ തുണി ഉപയോഗിച്ച് തുടക്കുന്നതിന് പകരം നമുക്ക് ഈ പാലൊക്കെ ഇതേപോലെ കുറച്ചൊക്കെ വീണിട്ടുള്ളൂവെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. സ്പോഞ്ച് ഇതേപോലെ ആ ഭാഗത്തേക്ക് ഒന്ന് ഇതേപോലെ വച്ചു കൊടുക്കുമ്പോൾ പാല് നോക്കിയാൽ സ്പോഞ്ച് അങ്ങ് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഈ സ്പോഞ്ച് അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പാല് ഈ സ്പോഞ്ച് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ടും തന്നെ സ്ലാബിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പാലോ പാൽച്ചായയൊക്കെ വീഴണമെങ്കിൽ ഈ ഒരു രീതിയിൽ സ്പോഞ്ച് വെച്ചൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം.
ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ കുക്കറിൽ ഇതേപോലെ നെയ്യൊക്കെ പിടിച്ച് നല്ലപോലെ മെഴുക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കയ്യിലോ സ്പൂണൊക്കെ ഉണ്ടെങ്കിലും ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതി. അതിൽ നിന്നുള്ള മെഴുക്കും പോയി കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആ ചൂടുവെള്ളം ആക്കി കൊടുക്കുക. അപ്പോൾ കുക്കറിലുണ്ടായിരുന്ന ആ ഒരു നെയ്യും കറിയുടെ അംശമൊക്കെ വെള്ളത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ആ ചീത്ത വെള്ളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അത് നോക്കിയേ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കഴുകുകയാണെങ്കിൽ നെയ്യുള്ള കുക്കറൊക്കെ കഴുകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇറച്ചി കുക്ക് ചെയ്ത കുക്കർ മാത്രമല്ലല്ലോ, സെർവ് ചെയ്ത പാത്രങ്ങൾ കഴുകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെർവ് ചെയ്ത പാത്രങ്ങൾ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ കഴുകാനും പിന്നെ ആ നോൺ വെജിൻ്റെ ആ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ട് മാറ്റാനൊക്കെ ആയിട്ട് നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറും. അതേപോലെ തന്നെ പെട്ടെന്ന് അഴുക്കുകളൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മെഴുക്കൊക്കെ ഉള്ള പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് തവണയിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ലിക്വിഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകാം. അപ്പോൾ നെയ്യുള്ള പാത്രങ്ങൾ നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. കെറ്റിലിൽ ചൂടാക്കി വെച്ചിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പാത്രത്തിലേക്കും ഇതേപോലെ ആവുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഉപയോഗിച്ച് അങ്ങ് കഴുകി എടുത്തു കഴിഞ്ഞാൽ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായി കിട്ടും. അതേപോലെ വെള്ളപ്പാത്രത്തിലൊക്കെ മഞ്ഞക്കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുമ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഒരുപാട് ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല, കുറച്ച് ചൂടുവെള്ളം ആയാലും മതി. ഒരു പാത്രത്തിലുള്ള വെള്ളം അടുത്ത പാത്രത്തിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ എല്ലാ പാത്രവും ക്ലീനായി കിട്ടിക്കോളും. ഇനി നമുക്ക് ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് നേരം ഉരച്ച് കഴുകാതെ തന്നെ പാത്രങ്ങളൊക്കെ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. വിനാഗിരി ചേർത്ത ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ കഴുകുമ്പോൾ പാത്രങ്ങൾ എളുപ്പത്തിൽ വൃത്തിയാവുകയും ചെയ്യും. അതേപോലെ തന്നെ കിച്ചൺ സിങ്കിനുള്ളിൽ ബ്ലോക്കും ഉണ്ടാവില്ല. കാരണം വിനാഗിരിയും ഈ ചൂടുവെള്ളമൊക്കെ അങ്ങ് ചെല്ലുമ്പോൾ ഈ PVC പൈപ്പ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് വെള്ളം പോകുന്ന ആ ഒരു പൈപ്പിനുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന നെയ്യും മെഴുക്കൊക്കെ ഒറ്റയടിക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ ബ്ലോക്ക് വരാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് സിങ്കും കഴുകാം. പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ സിങ്കും നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ സിങ്കിന് നല്ല ഒരു തിളക്കം കിട്ടും. അപ്പോൾ സിങ്കും അതേപോലെ തന്നെ നമ്മുടെ ടാപ്പുകളുണ്ടല്ലോ, ബാത്റൂമിലുള്ള സ്റ്റീലിൻ്റെ ടാപ്പുകളായാലും കിച്ചണിലെ സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തിളക്കവും അതേപോലെ തന്നെ ഒരു പുതുക്കമൊക്കെ വരുന്നതിനായിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓരോന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി പറയുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ. താങ്ക് യു.